1 GB 2 GB 3 GB റാമുള്ള മൊബൈൽ ഫോണിലൊക്കെ എങ്ങനെ മൊബൈൽ ഫോൺ സ്പീഡ് കൂട്ടുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ എനിക്കൊന്ന് കാണിച്ചു തരാൻ പോണത്. വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. പിന്നെ ഇത് ചെയ്യാൻ പാടില്ലാത്ത മൊബൈൽ ഫോണുകൾ 6 GB റാമുള്ള മൊബൈൽ ഫോൺ ചെയ്യാൻ പാടില്ല. 8 GB 12 GB ഇതുപോലുള്ള മൊബൈൽ ഫോണുകളൊന്നും ഇപ്പോൾ പറഞ്ഞത് ചെയ്യാൻ പാടില്ല. ചെയ്തു കഴിഞ്ഞാൽ നല്ല സ്പീഡ് കൂടും. 8 GB റാം ആകുമ്പോൾ നല്ല ഫാസ്റ്റ് ആയിരിക്കും മൊബൈൽ ഫോണിന്. ഇത് ചെയ്യേണ്ട മൊബൈൽ ഫോൺ ഞാൻ ഇതിന് പറഞ്ഞതാണ്. 1 GB 2 GB 3 GB പറഞ്ഞ മൊബൈൽ ഫോണുകളിലൊക്കെ അത് അത്യാവശ്യമാണ്. നല്ല ഹാങ് ആവാൻ സാധ്യത. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് താഴോട്ട് പോവുക. താഴോട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ അബൌട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. റിയൽമി മൊബൈൽ ഫോണിൽ അബൌട്ട് എന്ന സ്ഥലം ഇവിടെ ആയിരിക്കും, മേളിലായിട്ടായിരിക്കും. റിയൽമി റെഡ്മി ഒക്കെ മേളിലായിരിക്കും. സാംസങ്ങിൽ താഴത്തായിരിക്കും അബൌട്ട് ഫോൺ എന്നുള്ള ഈ ഒരു ഓപ്ഷന്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻഡ്രോയിഡ് വേർഷന് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കും. ഫോണിൻ്റെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്തുണ്ടാവും. നമുക്ക് ആവശ്യമുള്ളത് ബിൽഡ് നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നുണ്ട്. ബിൽഡ് നമ്പർ എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ഒരു വട്ടമല്ല ക്ലിക്ക് ചെയ്യേണ്ടത്, ഒരു 7 പ്രാവശ്യം നിങ്ങളിങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ആയിട്ടൊരു നമ്പർ മാറണത് നിങ്ങൾക്ക് കാണാം. ഇവിടെ കണ്ടില്ല മാറണത്. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ലോക്ക് സ്ക്രീന് ഓൺ ചെയ്യാൻ പറയും. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഡെവലപ്പർ മോഡ് ആസ് ബിൻ എനേബിൾ എന്ന് പറഞ്ഞാണ്ട് ഡെവലപ്പർ എന്ന ഒരു ഓപ്ഷന് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് കിടക്കുന്നുണ്ടാവും. ഇതാ കൊടുത്തിങ്ങനെ. ഇതാണ്. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്താലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷന് കാണിക്കും. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ എത്ര GB റാമാണ് അതുപോലെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മേളിൽ കാണിക്കും. ഇനി ഇത് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ താഴോട്ട് ഇങ്ങനെ നീക്കുക. താഴോട്ട് നീക്കി കഴിഞ്ഞാൽ ഫോൺ സ്പീഡ് കൂട്ടാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. നമ്മുടെ മൊബൈൽ ഫോണൊക്കെ വിൻഡോ ആനിമേഷൻ ഒരു ആനിമേഷനായിട്ടാണ് ഓപ്പൺ ആയി വരിക. അത് നിത്യത ഒരു സ്പീഡ് അതിന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഫോണ്. അപ്പോൾ അത് നമുക്ക് ഓഫാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ 1x ആനിമേഷൻ 1x ആണ് ഇതിൽ നമ്മളെ മൊബൈൽ ഫോൺ ഓണായി കിടക്കുന്നത്. മിക്ക ഫോണിലൊക്കെ നോർമലി ആ ഒരു സ്പീഡായിരിക്കും ഉണ്ടാവുക. ഇതാണ് ഈ കാണിക്കുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഓഫാക്കിയിട്ട് കഴിഞ്ഞാൽ നല്ല സ്പീഡ് ഉണ്ടാവും. ഇത് ഓഫാക്കിയിടുക. എല്ലാം ഓഫാക്കുക. 3 ഓപ്ഷൻ ഉണ്ടാവും. 3 നിങ്ങൾ ഓഫാക്കിയിടണം. ഓഫാക്കിയിട്ടാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇപ്പോൾ ഉള്ള ആ സ്പീഡിനെക്കാട്ടി കുറച്ചും കൂടി സ്പീഡാണ് കൂടും. നല്ല ഫാസ്റ്റ് ആയിരിക്കും. ഇങ്ങനെ ആണ് കൂടെ ആക്കുമ്പോഴും അതുപോലെ ആപ്ലിക്കേഷനൊക്കെ ഓപ്പൺ ആക്കുമ്പോഴും പെട്ടെന്നൊരു വരവാണ്. അതുപോലെ ഇതിൽ 1x നിങ്ങൾ 2x അതുപോലെ അനിമേഷൻ 1.5x ഇതിലൊന്നും ഇടരുത്. ഇതിലൊന്ന് കാണിച്ചു തരാം. അനിമേഷൻ 1.5x ഇട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകണമെന്ന് നോക്കി നോക്കാം. സ്പീഡ് കുറച്ച് കമ്മിയായിട്ടുണ്ട്. നല്ല സ്പീഡ് കുറച്ച് സ്ലോ ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, വരവ് കണ്ടില്ലേ, നല്ല സ്പീഡ് കമ്മിയായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 1x ഇതിലിടാൻ പാടില്ല. 1.5x തീരെ ഇടരുത്. ഇതിൽ ഇടേണ്ടത് നമ്മൾ ഓഫാക്കി ഇടുക ചെയ്യേണ്ടത്. അനിമേഷൻ ഓഫ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യണം. എല്ലാം ഓഫാക്കണം. ഓഫാക്കിയാൽ പിന്നെ ഞാൻ ആദ്യം എടുത്തത് ഒന്നുകൂടി ഓണാക്കി തരാം. കണ്ടോ, അത് വരുന്ന കണ്ടില്ലേ, അത് വന്നിങ്ങോട്ട് വരുന്നത് പോലും കൂടി ഇപ്പോൾ കാണുന്നില്ല. അത്രയും ഫാസ്റ്റ് കണ്ടില്ലേ, പെട്ടെന്നുണ്ട് ഇതാവുകയാണ്, സൂമിങ് ആവുകയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഇടാൻ പാടുള്ളൂ. ഇതിൽ ഇട്ടാലേ നിങ്ങളുടെ മൊബൈൽ ഫോണിന് ഫാസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓക്കെ, 1 GB 2 GB 3 GB റാമുള്ള മൊബൈൽ ഫോണുകൾ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ.
അതല്ലാതെ 8 GB റാമുള്ള മൊബൈൽ ഫോണുകളൊന്നും ഇത് ചെയ്തു പോകരുത്. അത്യാവശ്യം നല്ല ഫാസ്റ്റ് ഉണ്ടാവും. പിന്നെ നിങ്ങൾ പ്രോഗ്രാമൊക്കെ എടുക്കുമ്പോൾ ഒരു സ്പീഡ് ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഓക്കെ, ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇതുവരെ ഈ ഒരു ചാനൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു ചാനലായതുകൊണ്ട് സബ്സ്ക്രൈബർ കുറച്ച് കമ്മിയുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ 59 സബ്സ്ക്രൈബർ ഉള്ളൂ. ഞാൻ ID ചെയ്ത് വെച്ചതാണ്. അതുകൊണ്ട് കാണുന്നവർ സബ്സ്ക്രൈബർ കുറവാകുമ്പോൾ അതൊരു ഇതിലും അവരെടുക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്യുക. എന്നാലേ പുതിയ വീഡിയോകൾ അയക്കുമ്പോൾ നിങ്ങളേക്ക് ആ നോട്ടിഫിക്കേഷൻ വരാനായിട്ടുള്ള ബെല്ലൈക്കനാണ്. അതിൽ ഓൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താലേ ഇത് ഇങ്ങനെ പെട്ടെന്ന് വരുള്ളൂ. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച്.